ലീഡർമാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ പിറകെ സോപ്പിട്ട് കൂടുകയാണോ? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പറ്റിയതല്ല ഈ ബിസിനസ്. ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് എന്റെയും കൂടെ ആവശ്യമാണ്, എന്റെ നന്മക്കാണ് എന്ന രീതിയിൽ ചിന്തിച്ച് ലീഡർ പറയുന്ന ശിരസ വഹിച്ചുകൊണ്ട് അയാൾ പറഞ്ഞ പാതയിൽ കൂടെ നടന്ന് അയാൾ ഉണ്ടാക്കിയതിനും അതിലപ്പുറത്തോട്ടും വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന മികച്ചൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഇത് ഭൂരിഭാഗം പോസിറ്റീവായ ആളുകൾക്ക് ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചിന്തയില്ല, ഇതിൽ മാത്രമായ എന്ത് ചെയ്യുന്നത് മാറുന്നു. ഇപ്പൊ പലപ്പോഴും നമ്മളെ ഫാമിലിയിൽ പറയും, ഇപ്പം വൈഫ് പറയും ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ഈ വരുന്ന ആഴ്ച അല്ലെങ്കിൽ ഇന്നേ ദിവസം നമുക്കൊന്ന് ഫ്രീ ഉണ്ടാവുമോ? അപ്പം ഒരു 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 കൂടി ചർച്ചയിലാണെങ്കിൽ പറയും അയാളെ നോക്കണ്ട കേട്ടോ, അയാൾക്ക് മൈലേജ് വിട്ടിട്ട് വേറെ ലൈഫിൽ എന്തെങ്കിലും പരിപാടി ഇല്ലെങ്കിൽ നോക്കിയാൽ മതി കേൾക്കാറുണ്ട്. അപ്പം ആളുകളുടെ ധാരണ ഇയാൾക്ക് പൈസയോട് ഭയങ്കര ആർത്തിയാണെന്നൊക്കെയാണ്. കേൾക്കുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്, ശരിയല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ആ ലീഡർ പൈസയോടുള്ള ആർത്തിയല്ല, തന്നെ വിശ്വസിച്ച് വന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിനെ കൊണ്ടത് പറയുന്നത്. ശരിയാണോ? അപ്പൊ നമ്മളെ പല ഇഷ്ടങ്ങളും സ്നേഹങ്ങളും നമ്മളെ പല ഗ്യാതറിങ്ങും നമ്മൾ എന്തിനു വേണ്ടും ഈ ബിസിനസ്സിന് വേണ്ടി നമ്മളെ കമ്മിറ്റ്മെന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കും. ഈ ബിസിനസ്സിലെ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മളെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളൊക്കെ വരുന്ന 2-3 വർഷങ്ങൾ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മാറ്റിവെച്ച് സീരിയസ്ലി മുന്നോട്ട് പോയ വ്യക്തികളെല്ലാം തന്നെ തുടക്കത്തിൽ പല രീതിയിൽ പഴി കേട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് 4-5 വർഷം കഴിയുമ്പോൾ ആ വ്യക്തിയായിരിക്കും ആ കുടുംബത്തിൽ ഏറ്റവും നന്മയുള്ളത്, ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന ആളുകൾ, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ എന്താണ് സമൂഹത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കെല്ലാം ഭയങ്കര സംഭവമായിട്ട് മാറുന്നവർ തുടക്കത്തിൽ പഴി കേട്ട, കുറ്റപ്പെടുത്തൽ കേട്ട, അവൻ വെറും പൈസയുടെ ആർത്തിയാന്ന് പറഞ്ഞു കേട്ട ആളുകളാണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ആ ഉദാഹരണത്തിന് ഒന്ന് നമ്മുടെ ലീഡേഴ്സിന് മാത്രം എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. ശരിയാണല്ലോ? അപ്പം ഒന്നും വേണ്ട. നമ്മളിപ്പോ ഉമ്മർ സാറിനെ പോലെ ആളുകൾ തുടക്കകാലത്ത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോ മതപരമായിട്ട് നോക്കുവാണെങ്കിൽ ആളുകൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ശരിയല്ലേ? എന്തുകൊണ്ട് ആ തുടക്കത്തിൽ അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് വെച്ചാൽ ആളുകൾക്ക് വ്യക്തതയില്ല. ഉമ്മർ ഉസ്താദ് എന്താണ് ചെയ്യുന്നത്, അല്ലെ ഉമ്മർ ഉസ്താദിനെ പോലെ ആളുകൾ എന്താണ് ചെയ്യുന്നത് പറ്റി വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ വലിയ രീതിയിൽ അവഹേളനങ്ങൾ, കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ജനങ്ങൾ ബോധവാന്മാരായപ്പോ ആ നാട്ടിലെ ഏറ്റവും മികച്ച ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ടും സമൂഹത്തിന് നന്മ വിതറുന്ന ആളുകളായിട്ട് ഈ മുൻനിരയുള്ള ആളുകൾ മാറി. ശരിയാണല്ലോ? അപ്പൊ എനിക്ക് പേഴ്സണലി തുടക്കക്കാരോട് പറയാനുള്ളത്, ഈ ബിസിനസ് എന്താണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുകയും അത് കണ്ണിൽ നോക്കി ധൈര്യപൂർവ്വം പറയാനുള്ള അറിവും ധൈര്യവും കറേജും കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത് വരെ നിങ്ങൾ കുത്തുവാക്കുകളും പഴികളും കളിയാക്കലൊക്കെ ഏറ്റുവാങ്ങാനുള്ള മെന്റൽ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. മാനസികമായ ആരോഗ്യം പറഞ്ഞില്ലേ, തകർന്നു പോകാതിരിക്കണമെങ്കിൽ, മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് പോകാതെ അത് മുന്നോട്ട് തന്നെ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ഉള്ളിൽ എന്ത് ചെയ്യണം, ശക്തമായി ഈ ഇൻഡസ്ട്രി എന്താണെന്നും എന്റെ ആവശ്യകതയിലുള്ള ഒരു ക്ലാരിറ്റി, അതായത് പർപ്പസിലെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ സക്സസ് ഉണ്ടാക്കാം. ഞാൻ എന്തിന് ഈ ബിസിനസ്സിൽ വന്നു എന്നതിനെ പറ്റി വ്യക്തമായ ഒരു വ്യക്തത, ക്ലാരിറ്റി ഈ ബിസിനസ്സിലുള്ളവർ മാത്രമേ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളൂ എന്ന ഒരു ബോധം തിരിച്ചറിവാർക്ക് വേണം, നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. നിങ്ങളെ ഓരോരുത്തരും അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. ശരിയല്ലേ? നമ്മളെ ബിജുസാറൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ മോട്ടിവേഷന്റെ അങ്ങേ തലയാ. പക്ഷേ ആ പ്രോഗ്രാം ഹോൾ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് അത് എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. പക്ഷെ നിങ്ങളെ പർപ്പസിലെ ക്ലാരിറ്റി, നിങ്ങളെ ആവശ്യകതയിലുള്ള വ്യക്തത ഉണ്ടെങ്കിൽ ആ മോട്ടിവേഷൻ ലൈഫ് ലോങ് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. ഒരു എനർജി ലെവൽ ഹൈ ആയിട്ട് എപ്പോഴും നിലനിർത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് ആരുടെ ബിസിനസ് ആണെന്ന് ചോദിച്ചാൽ അത് എന്റെ അപ്ലൈൻഡ് ബിസിനസ് അല്ല സാർ, ഇത് എന്റെ ബിസിനസ് ആണ്. ഞാൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ ഞാൻ എന്തിനാണോ വന്നത് അത് നേടിയെടുക്കാനും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന വ്യക്തികളുടെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള അതിന്റെ എല്ലാവിധ സപ്പോർട്ടും എനർജിയും കോൺഫിഡൻസും സപ്പോർട്ടും ഹെൽപ്പൊക്കെ കൊടുക്കാനുള്ള ആ ഒരു സപ്പോർട്ട് ഞാൻ സദാസമയം കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ സദാസമയം ഫീൽഡിൽ ഇറങ്ങി നിൽക്കണം എന്നുള്ള ധൈര്യത്തോടും പ്രവർത്തിക്കാനുള്ള പദ്ധതി പ്ലാൻ നമുക്കുണ്ടാവണം. ഇന്ന് തന്നെ ഏകദേശം ഇന്ന് ഈ ഒരു മീറ്റിംഗ് ഏകദേശം 277ഓളം പേരുണ്ട്. ശരിയല്ലേ?
ഭൂരിഭാഗം ആളുകളും ഒരു ലീഡറുടെ കോള് പോലും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ചാടി എഴുന്നേറ്റ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. ശരിയല്ലേ? ഭൂരിഭാഗം ആളുകളും. എന്നാൽ ഒരു ഒരു വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും പുതപ്പിനടിയിലാണ്, മീൻസ് കിടന്നുറങ്ങുകയാണ്. റെഡിയാണല്ലേ? അപ്പം എവിടെയാ സക്സസ് എന്ന് ചോദിച്ചാൽ അത് കംഫർട്ട് സോണാണ്. പുതപ്പിനടിയിൽ കിടന്നുറങ്ങി, ഇപ്പൊ 6 മണിക്ക് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായ അവസ്ഥ, അതൊരു കംഫർട്ട് സോണാണ്. പക്ഷെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാവിലെ 5 മുതൽ 6 മണിന്റെ ഇടയിൽ ഈ 5 മണി പുതപ്പിനടിയിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്തില്ല? വിജയമില്ല എന്നുള്ളത് ആര് മനസ്സിലാക്കണം? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് പുതപ്പിന് വെളിയിലാണ് സക്സസ് എന്നുള്ള ബോധമുള്ളവരാണ് ഇന്ന് എഴുന്നേറ്റ് ഇവിടെ നിൽക്കുന്നത്. ശരിയാണോ അല്ലേ? ശരിയല്ലേ? ആ പുതപ്പിൽ ഇങ്ങനെ ഒടിഞ്ഞുകൂടി തലണയിൽ ഇങ്ങനെ ഇങ്ങനെ നല്ല സുഖകരമായിട്ട് സ്വപ്നം കണ്ട് ഉറങ്ങുന്നവരാണോ വിജയിക്കുന്നത്? അല്ല. ആ 5 മണിക്ക് എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് സീരിയസിൽ എന്റെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി, എന്റെ ടീമിന് വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഞാനിത് പഠിച്ചേ പറ്റുള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നേ പറ്റുള്ള ബോധമുള്ള തിരിച്ചറിവുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർക്കാണ് വിജയം എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ ടീമിൽ എത്ര പേര് മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്നില്ല, റെഗുലർ ആയിട്ടുള്ള ഈ മീറ്റിന് അറ്റൻഡ് ചെയ്യുന്നില്ല, അതിനൊരു കണക്കും ഇതൊക്കെ നമുക്ക് വേണം. എന്നിട്ട് നാളത്തെ മീറ്റിംഗിലേക്ക് മാക്സിമം ആളുകളെ വിളിച്ചു കയറ്റണം. ഈ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് പ്രൊമോഷണൽ സ്കില്ലാണ്. എന്താണ് പ്രൊമോഷൻ? എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആ പ്രോഗ്രാം 100 പേര് കയറിയിട്ടുണ്ടെങ്കിൽ ആ 100 പേരില് ഒരു 50%, ഒരു 30 to 50% എന്റെ ടീമിൽ നിന്നുണ്ടാവണം എന്നൊരു ചിന്ത ആർക്ക് വേണം? നമ്മൾക്ക് ഓരോരുത്തർക്കും വേണം. ശരിയല്ലേ? അങ്ങനെ മാക്സിമം ആളുകളെ അത്തരം പ്രോഗ്രാമിൽ കയറ്റി അവരുടെ ചിന്തകളെയും അവരുടെ ഉള്ളിലുള്ള ബിസിനസ്സും കൂടെ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മളെക്കാൾ കഴിവുള്ള അറിവുകളായിട്ട് അവർ മാറുകയും അവരവരുടെ സ്വപ്നങ്ങൾ എഴുതി വെച്ച് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് സമയബന്ധിതമായിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി ഫീൽഡിൽ ഇറങ്ങി എന്ത് ചെയ്യാൻ തുടങ്ങും? ലീഡറെ നോക്കാതെ തന്റെ അസോസിയേറ്റിന് വേണ്ടി ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവർക്കുള്ള എനർജി കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോ ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു ശക്തമായ നിര വരുമ്പോ നമ്മൾ പോലും അറിയാതെ നിങ്ങളെ എന്റെയൊക്കെ സ്വപ്നങ്ങൾ എപ്പോഴേ നേടിക്കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? ഇവിടെ 1 man 1 ഇൻഡസ്ട്രി ആണ്. നിങ്ങളെ കൂടെ 1000 നൂറുകണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും അവരൊക്കെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എന്നെ വിശ്വസിച്ച് വന്ന വ്യക്തികളാണ്. അപ്പം അവർക്ക് ഒരു നെഗറ്റീവും നമ്മൾ താഴോട്ട് കൊടുക്കാൻ പാടില്ല. മാക്സിമം കൂടെ നിർത്തി സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അവിടെ റിലേഷൻഷിപ്പിലാണ് ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ വലിയ കഴിവുള്ളവരല്ല സക്സസ് ആയിട്ടില്ല. ഈ ബിസിനസ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ അറിയോ? വലിയ സക്സസ് ഉണ്ടാക്കിയാൽ വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ വലിയ ഡിഗ്രിയുള്ള ആളുകൾ ഇവിടെ വലിയ രീതിയിൽ വിജയിച്ചായിട്ട് കാണുന്നില്ല. പക്ഷെ ഇവിടെ വലിയ കഴിവിനേക്കാൾ വേണ്ടത് എന്താണെന്നറിയോ? വിജയിക്കാനുള്ള ഒരു മനസ്സാണെന്ന് പറയാറുണ്ട്. ആ മനസ്സ് നിങ്ങൾക്കുണ്ടോ? ആ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടോ? തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഫയറുള്ള ആളുകളാണ്. ഇപ്പൊ ഒന്നും വേണ്ട. ഉമർ സാറ് ഇടയിൽ ഞങ്ങള് സംസാരിക്കുന്ന ഇടയിൽ പറയും, പിന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ നോർമലി ഈ ബിസിനസ്സിൽ വന്നപ്പോ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ സ്മാർട്ടായിട്ട് വിജയിക്കാൻ പറ്റുന്നുള്ള ബോധത്തിന്റെ ഭാഗമായിട്ട്, തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ലീഡറായിട്ട് ഉമർ സാറൊക്കെ ഏത് പ്രോഗ്രാമിലും വീഡിയോ ഷൂട്ടുമായിട്ട് മൊബൈലൊക്കെ ആയിട്ട് നടക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ അങ്ങനെ ഒപ്പിയെടുത്ത് അത് കറക്റ്റ് പ്രോഗ്രാമുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് തരുന്നെങ്കിലും ആ കാഴ്ചയിൽ ഒരുപാട് തിരിച്ചറിവും വിശ്വാസവും അറിവും നമ്മളിലേക്ക് വരുന്നുണ്ട് ഓരോ ഫോട്ടോസിലും വീഡിയോസിലും. ശരിയല്ലേ? ഇതൊരു പുതിയ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. അത് വരുമ്പോ എന്റെ ബിസിനസ്സിൽ അപ്ഡേഷൻസ് വരണം. ഡിജിറ്റലി ഞാൻ എന്ത് ചെയ്യണം? വളരെ വലിയ അപ്ഡേഷൻ കൊണ്ടുവരണം എന്ന് വന്നാൽ മാത്രമേ വളരെ സിമ്പിളായി ഈസി ആയിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റുന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ട്? ആ ലീഡർക്ക് ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ ആ ലീഡറെ കോപ്പി ചെയ്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്? ഈ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സത്യത്തില് പറയുന്നതിനേക്കാൾ എളുപ്പം എന്താ? ചെയ്ത് കാണിക്കലാണെന്ന് പറയാറുണ്ട് അല്ലെ? ചില വലിയ വായിൽ പറഞ്ഞു പോയി പ്രവർത്തിക്കാതിരിക്കലല്ല, പറയുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് കാണിക്കുക, പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഈസിയാണ്. ഇപ്പൊ ഞാൻ എന്താണോ പറയുന്നത് അതിൽ ഈസിയാണ് ഞാൻ ചെയ്യുന്നത് എന്റെ കൂടെയുള്ള ആളുകൾക്ക് കോപ്പി ചെയ്യാൻ. ശരിയല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രി. എങ്ങനെയാ ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിലവിൽ പേഴ്സണലി ഞാൻ ഈ ബിസിനസ്സിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് കുറച്ച് കഴിവുണ്ട് എന്നാൽ ഒരുപാട് കുറവുള്ള ഒരാളാണ് എന്ന് കരുതുക. അപ്പൊ എന്റെ കുറവുകള് എനിക്കറിയാം, എന്തൊക്കെ ന്യൂനതകൾ എനിക്കുണ്ട്. റൈറ്റ്? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളാം, നിങ്ങൾക്കുള്ള കുറവുകളെ പറ്റി നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്താണ് കുറവ്, അത് കഴിവുകളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ സമൂഹത്തിലുണ്ട്. ശരിയല്ലേ? ഉദാഹരണം മുസ്തഫ സാറ്, അതുപോലെ തന്നെ കരീം സാറ്, അതുപോലെ തന്നെ നൂർജഹാൻ മേഡം, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പം എനിക്ക് എന്റെ കുറവുകൾ കഴിവുകളായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഒരുപക്ഷെ ഇവരൊക്കെ എന്റെ അയൽവാസികള്, സുഹൃത്തുക്കളൊക്കെ ആവാം. പക്ഷെ പേഴ്സണലി മൈ ലൈഫ് ഒന്നുമല്ല നമ്മൾ ചെയ്തെന്ന് വിചാരിക്കുക. നോർമലായിട്ട് ഞാൻ എന്റെ RTO ഏജന്റ് ആയിട്ട് ചെയ്യുന്നു, മുസ്തഫ സാർ NRI ആണ്, അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ പല പല ജോലി ചെയ്യുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്റെ കുറവുകൾ പരിഹരിക്കാൻ പേഴ്സണലി ഈ പറഞ്ഞ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, സഹപ്രവർത്തകർ, അയൽവാസികളൊന്നും തന്നെ എന്റെ പിറകെ വന്ന് സഹായിക്കുന്ന ഒരു ആവശ്യമില്ല. ശരിയല്ലേ? നമ്മൾ അയൽവാസികൾ വന്നിട്ട് എന്റെ കുറവ് കണ്ട് പരിഹരിച്ചാൽ, സുജേഷ് എനിക്ക് ഇന്നതായ കുറവുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം, എന്നാൽ മാത്രമേ നിനക്ക് കയറി പോകാൻ പറ്റൂ എന്ന് ആരെങ്കിലും വന്ന് ഇന്നവരെ വന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ പേഴ്സണൽ ലൈഫിൽ, ജോലിയിൽ? ഇല്ല. പക്ഷേ ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ആണെങ്കിലോ, എന്റെ കുറവുകൾ കഴിവുകളായിട്ടുള്ള ഒത്തിരി പേര് സമൂഹത്തിലുണ്ട്. അവരൊക്കെ ഞാനൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ ഈ ബിസിനസിന്റെ ഭാഗമാക്കിയാൽ, ഈ ബിസിനസ്സിൽ കൂടെ വിജയിക്കുന്നുള്ള ബോധം, തിരിച്ചറിവുണ്ടാക്കി കൊടുത്താൽ, അവർ ഈ ഇൻഡസ്ട്രി വെച്ച് അവരുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി അതിനുവേണ്ടി ഇറങ്ങിയാൽ, അവരുടെ കഴിവിന്റെ മാക്സിമത്തിൽ എന്ത് ചെയ്യും, അവരത് ഇൻഡസ്ട്രിയിലേക്ക് ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, എന്റെ കുറവെല്ലാം തന്നെ അവരിവിടെ കൊണ്ടുവന്ന് പരിഹരിക്കും. ശരിയാണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു വ്യക്തി വിജയിക്കുന്നത് വെച്ചാൽ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, കഴിവുള്ള ആളുകൾ വന്ന് അവനവന്റെ കഴിവ് വെച്ച് ഈ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യും, അങ്ങ് പെർഫോം ചെയ്യുമ്പോ, ഇത് കുറഞ്ഞിട്ടുള്ള കുറെ ലീഡേഴ്സ് ഉണ്ടാവും, കുറെ ആളുകൾ നമ്മളെ ബ്രാഞ്ച് കൊണ്ടിലും ടൂലൊക്കെ വന്ന് കയറുക. അവരുടെ എഫേർട്ട്, അവരുടെ സ്കില്ല്, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ഇതൊക്കെ തന്നെ ഈ നമ്മുടെ ഹൈബ്രിഡ് ബൈനറി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മളെയും കൂടെ കഴിവും, അറിവും, കോണ്ടാക്ട്സും, റിലേഷൻഷിപ്പായിട്ട് മാറും. അത് നമുക്ക് തന്നെ വേണം, ഒരു നിർബന്ധമില്ല. നമ്മൾ ഏതെങ്കിലും ബ്രാഞ്ച് വേണമെങ്കിലും ജോലി ഇത്തരം ആളുകൾ വന്ന് അവന്റെ കഴിവ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ മാച്ചിങ് ബിസിനസ് വോളിയത്തിന്റെ 12% നമുക്കും കൂടെ കിട്ടുമല്ലോ. ശരിയല്ലേ? ഇങ്ങനെ കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ അതിന്റെ ഭാഗമായി നിന്നാ പോരെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള പരിപാടി. അതിലും വലിയ റിസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടില്ലേ? ഒന്നും വേണ്ട, നമ്മൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ റിസ്ക് അല്ലേ? ഇപ്പോഴത്തെ ഈ ന്യൂ ജെൻ മാരേജിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഒരു 80-90 കാലഘട്ടത്തിലെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ഇതിനൊരു എന്തില്ലാണ്ടായത്, വിലങ്ങ് നേടിയ ഒരു തടസ്സമൊന്നുമില്ല. അത് എപ്പോൾ നടക്കും അല്ലെ? പക്ഷെ അന്ന് നടക്കത്തില്ല. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മള് ഒരു വിവാഹം, എന്റെ വിവാഹം നോക്കുവാണെങ്കിൽ ഞാൻ ഒരു കുട്ടിയെ കണ്ടു, ഒരു വീട്ടിൽ പോയിട്ട് ഒരു കുട്ടിയെ കണ്ടു. അപ്പൊ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരെ സഹോദരന്മാരുണ്ട്, കുട്ടിയുണ്ട്. കുട്ടി എന്തെങ്കിലും വെള്ളമായിട്ട് വരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സായിട്ട് ഇരുന്നിട്ട് ആദ്യം വന്ന് എനിക്ക് തരുന്നു. ആ തരുന്ന സമയത്താണ് ഞാൻ കുട്ടിയെ കാണുന്നത്. ശരിയാണോ? നമ്മൾ 80-90 കാലഘട്ടങ്ങളിൽ വിവാഹം നടന്നത് അങ്ങനെയല്ലേ? കുട്ടിയെ കാണാൻ പോലും സാഹചര്യമില്ല. ഒരു 2-3 മിനിറ്റ്, ഈ ഒരു മിനിറ്റിലാണ് ആര് തീരുമാനിക്കുന്നത് ഇത് വേണോ വേണ്ടിയോ? ശരിയല്ലേ? അപ്പൊ ഞാൻ കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടതിന് ശേഷം ഞാൻ പറയാണ്, കുട്ടിയുടെ രക്ഷിതാവിനോട് പറയാണ്, ആ കുട്ടി എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കുട്ടിയെ ഒരാഴ്ച കല്യാണത്തിന് മുമ്പിൽ എന്റെ വീട്ടിലേക്കൊന്ന് വിടണം. മനസ്സിലാവുന്നുണ്ടോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരാഴ്ച മുന്നേ എന്നെ വീട്ടിൽ വിടണം, എന്നിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നടക്കുവോ? അടി എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ പോരെ? ശരിയല്ലേ? അപ്പൊ എന്റെ പുള്ളിയുടെ രക്ഷിതാവ് എന്നോട് എന്താ കാര്യം? പുള്ളി ആകെ ഞെട്ടി. അപ്പോ ഞാൻ പറയാണ്, ഈ കുട്ടി എന്റെ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു, ഇവർക്ക് അടുക്കള പണിയൊക്കെ അറിയാവോ, ഇവളുടെ സ്വഭാവം എന്നോട് എങ്ങനെ പെരുമാറുന്നു, എന്റെ വീട്ടിൽ മീൻകറി വെക്കാൻ അറിയോ, സാമ്പാർ വെക്കാൻ അറിയോ എന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുവോ? എന്നിട്ട് നമ്മൾ ആരും കെട്ടിയില്ലേ? അങ്ങനെ നോക്കിയിട്ടാണോ കെട്ടിയത്? ഇല്ല. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് കെട്ടി. യെസ് ഓർ നോ? എന്നാ നിങ്ങൾ ആ വിശ്വാസം തകർക്കപ്പെടാതെ അതെല്ലാം വീട്ടിലുണ്ടോ ഇല്ലയോ? എന്നാ ഇത്രയും വലിയ റിസ്ക് മൈ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടോ? നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടുന്നില്ലേ?
2 വർഷത്തെ ഡേറ്റ് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടോ? ഇനി നമുക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ പിറകെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ടുവന്ന ലീഡർ ഇല്ലേ? ശരിയാണല്ലോ? ഇതിലും വലിയ റിസ്ക് എടുത്ത് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് ഈ മൈലേജ് സ്റ്റീൽ എന്ന് പറയുമ്പോ അയ്യോ ഞങ്ങൾക്ക് നടക്കുമോ എന്ന ചിന്തയാണ് ഈ ബിസിനസ് നിങ്ങളെ പിറകോട്ട് വലിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നിങ്ങളുടെ പർപ്പസിലുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തത ഉണ്ടെങ്കിൽ ഒരു ഫയർ ഓട്ടോമാറ്റിക് വരും. തന്റെ ആവശ്യത്തിനെ പറ്റി ബോധവാനാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഫയർ വരും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇത് അപ്ലൈന്റെ ബിസിനസ് അല്ല, ഇതെന്റെ സ്വന്തം ബിസിനസ് ആണ്. ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരാളായിട്ട് ഞാൻ മാറും. ഏറ്റവും അവഹേളനങ്ങൾ കിട്ടുന്ന, ഏറ്റവും മാറ്റി നിർത്തപ്പെടുന്ന, ഏറ്റവും കളിയാക്കുന്ന വ്യക്തിയായിട്ട് ജീവിതത്തിൽ ഞാൻ മാറുമില്ലയോ? ഉറപ്പായിട്ട് മാറും. അപ്പം നിങ്ങൾ ഞാനൊക്കെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു ശക്തി ഒരു പക്ഷേ നമ്മളെ കാലശേഷം അവിടെ എത്തുമ്പോ, എല്ലാ സുജേഷേ എനിക്ക് എത്രയോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, നിന്റെ ലൈഫ് ഇന്നേ വരെ കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ എത്ര വർഷം പിറകെ നടന്ന് ഞാൻ അയച്ചാൽ നിന്നോട് പറഞ്ഞു, നീ ചെവി കൊണ്ടോ, നിനക്ക് അത് തന്നെ വേണം എന്ന് അയാൾ നമ്മളെ മാറ്റിയിടന്നു. ശരിയാണല്ലോ? ഇവിടുത്തെ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ വിജയിക്കുക എന്നതിനേക്കാളുപരി നമ്മൾ വിജയിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ഫാമിലീസ് കൂടെ സക്സസ് ആവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ചെയ്യേണ്ട ഒരു ബിസിനസ്. എന്താ ഇതാണെന്ന് ഞാൻ പറയും. കാരണം എന്താ, ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഉമർ സാറിന്റെ ഒരു അത്ഭുത കലവറകൾ ഒരു യൂട്യൂബ് ഈ ടെലിഗ്രാം ചാനൽ, ശരിയല്ലേ? ഈ ചാനൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ഉണ്ടോ? ശരിയാണല്ലോ? ഇതൊരു ചാരിറ്റി ആണോ അല്ലയോ? ഇതൊരു നല്ല ഒരു പ്രവൃത്തിയാണോ അല്ലയോ? ശരിയല്ലേ? അപ്പം വെറും കാശ് കൊടുത്ത് സഹായിക്കുന്നതിനേക്കാൾ ഉപരി ഇത് കാശ് ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നല്ലതാണോ അല്ലയോ? പൈസ ഇങ്ങനെ ഒരു വഴിയിൽ പൈസ ഉണ്ടാക്കാം, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം, ഇത് ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞ് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ലീഡേഴ്സ് വളർത്തുമ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകളായിട്ട് മൈലേഷ്യയിലെ ലീഡേഴ്സ് മാറുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവരല്ലേ യഥാർത്ഥ റിയൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ പലപ്പോഴും പറയാറുണ്ട്, എടോ അത് ലീഡർക്ക് മാത്രമേ പൈസ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സത്യമാണ്. നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ നിങ്ങൾ ലീഡർ ആവൂ. ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കൂ. മോർണിംഗ് മീറ്റ് വീഴും 10 പേരെ വിളിച്ച് കേട്ടു, അടുത്ത GTS വരുമ്പോൾ നിങ്ങളുടെ പ്രസൻസിൽ ഒരു 10-30 പേര് വരട്ടെ, അതിൽ 4-5-6 പേര് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവട്ടെ. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തമായി പോകുന്ന ഒരു ഇൻഡസ്ട്രി വെൽനസ് ആണെങ്കിൽ അതിന്റെ ചുവടുപിടിച്ച് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ വലിയ സ്കോപ്പുള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്റെ വീട്ടിലെ സോപ്പും പേസ്റ്റും മാറ്റിയാൽ ജീവിതത്തിൽ രക്ഷപ്പെടുമെങ്കിൽ നമ്മൾ എന്തിനു മാറ്റാതിരിക്കണം? ശരിയാണല്ലോ? ഈ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്റെ പല്ലിലെ പുളിപ്പ് മാറിയിട്ട് ജീവിതത്തിൽ വിജയിച്ച എത്ര പേരുണ്ട് ഇതിൽ? നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളില്ലേ? ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ ഇൻഡസ്ട്രി പഠിച്ചിറങ്ങിയപ്പോ ഇതാണ് മികച്ചതെന്ന് മനസ്സിലാക്കി ബോധത്തോടെ പ്രവർത്തിച്ച് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചമായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളല്ലേ ഇവിടെ. അപ്പൊ ഞാൻ എന്നോടും പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇനി വരുന്ന 5 വർഷം ഡയറക്ട് സെല്ലിംഗ് ചരിത്രത്തിൽ, ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് ചരിത്രത്തിൽ വലിയ ഒരു ഗോൾഡൻ ഏജ്, വരുന്ന 10 വർഷം ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ഗോൾഡൻ ഏജ് ആണ്, സുവർണ കാലഘട്ടമാണ്. സത്യത്തില് അതുപോലെ അത് മനസ്സിലാക്കി ഞാനും നിങ്ങളും ഇന്ന് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചിറങ്ങി തന്റെ കൂടെ ഉള്ളവനെ പഠിപ്പിച്ച് അവന്റെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുത്തുകൊണ്ട് മുൻനിരയിൽ നിന്ന് നേരിട്ട് മുന്നിലിറങ്ങി ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയായിട്ട് മുൻനിരയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയും, എന്റെയും നിങ്ങളെയും പറകിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന 2-3 വർഷം കൊണ്ടുണ്ടാവും. കാരണം എന്താ, അത്രയും സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും ബുദ്ധിമുട്ട് ഇന്ന് സമൂഹത്തിലുണ്ട്. ശരിയാണ്. IT മേഖലയിൽ തന്നെ ഒത്തിരി കമ്പനികൾ, ഇന്നിപ്പോ തന്നെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, IT കമ്പനികളൊന്നും പുതിയ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നില്ല. ടെക് കമ്പനികൾ ഒന്നും തന്നെ ആവറേജ് ഒരു 11,000-12,000 മേലെ തൊഴിലാളികളെ സൃഷ്ടിക്കുന്ന പല കമ്പനികളും ഇന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. കാരണം എന്താ, അത്രയും ലോകത്ത് പ്രതിസന്ധി നിലനിൽക്കുന്നു. പക്ഷേ ഡയറക്ട് സെല്ലിംഗിൽ റിക്രൂട്ട്മെന്റിന്റെ ഒരു നിര തന്നെ വരുന്നു.
ഡെയിലി എത്ര പേര് ജോയിൻ ചെയ്യുന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക്? എത്ര പേര് അവനവന്റെ ചെറിയ മുതൽ വലിയ ആഴ്ചയിൽ 450 മുതൽ 2,10,000 വരെ ആയിരക്കണക്കിന് ആളുകൾ മേടിക്കുന്നു. ശരിയല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോടും പറയാനിട്ടുള്ളത്, എന്നോടും പറയാനുള്ളത്, ഇനി ഇതിലൊരു സംശയത്തിന്റെ ഇടയില്ല. ലൈഫില്, ജീവിതത്തില് ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആര് തന്നിരിക്കുന്നത്? ദൈവം നമ്മളെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. ഇവിടെ ഇവിടെ വയസ്സ് ഈ അപ്പൊ ചിലപ്പോ നമുക്ക് ചില ആള് നമ്മൾ പറയും, സാറേ എനിക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനിയും ഞാൻ ഈ ബിസിനസ് എനിക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ നാട്ടിലൊക്കെയുള്ള KFC ഇല്ലേ, ഫ്രൈഡ് ചിക്കൻ, ആ സാൻഡേഴ്സ് എന്ന് പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹത്തിന്റെ പല ബിസിനസ്സും പൊട്ടി അദ്ദേഹത്തിന്റെ 65-ാമത്തെ വയസ്സിൽ തുടങ്ങി വിജയിച്ച ഒരു ബിസിനസ് ആണ് KFC എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എത്രാമത്തെ വയസ്സില്? 65-ാമത്തെ വയസ്സ്. അപ്പൊ പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ എന്റെയും പർപ്പസ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളെ ആവശ്യകതയാണ്, അതിലേക്കുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം എനിക്കും നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, ഇന്ന് നിങ്ങളെ പഞ്ചായത്തിൽ എടുത്തു നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് സീരിയസ്ലി ചെയ്യുന്ന ആളുകൾ കുറവാണ്. ശരിയല്ലേ? നിങ്ങളെ വീടിന് ചുറ്റും ഒരു 10-20 വീടെടുത്താൽ ഹെർബൽ പേസ്റ്റ് ഒരു 10 വീടോ ഒരു 5-3 4 വീടേ ഉള്ളൂ. ബാക്കി 10-15 വീടുകൾ ആരും തന്നെ ഒരു പക്ഷെ നമ്മളെ ബ്രാൻഡ് അല്ല ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് സാധ്യതയാണോ ഇല്ലയോ? ബാക്കി വരുന്ന 20-ലെ 3-4 വീടുകളിൽ ബാക്കി 16-17 വീടുകൾ നമ്മളെ മുമ്പിൽ വലിയ സാധ്യതയാണ്. ഈ 16-17 വീടുകളിൽ നമ്മളെക്കാൾ പ്യൂർ ആയിട്ടുള്ള ഡയമണ്ട്സുകൾ ഉണ്ട്. ശരിയല്ലേ? നമ്മളെക്കാൾ കരുത്തന്മാരുണ്ട്, ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർ ഈ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ, ഈ ബിസിനസ്സിൽ കൂടെ തന്റെ സ്വപ്നങ്ങൾ, ജീവിതത്തിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് വരാത്തതുകൊണ്ട് അവർ വരാത്തത്. ആ തിരിച്ചറിവ് ഉണ്ടാക്കേണ്ട ആരാണ്? പ്രവൃത്തി കൊണ്ടും അച്ചീവ്മെന്റ്സും കൊണ്ടും നമ്മളാണ്. നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്ത് വലിയ സക്സസ് ഉണ്ടാക്കിയാൽ നമ്മളെ അന്വേഷിച്ച്, നമ്മളെ സക്സസ് മനസ്സിലാക്കിയിട്ട് ഈ ഇൻഡസ്ട്രി വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന കാലഘട്ടം വരാൻ പോവാണ്. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒരു മൈ ലൈഫ് സ്റ്റൈലില് ഒരു STC ഒരു RTC ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ GTSന് വിളിക്കാതെ തന്നെ നേരിട്ട് പറഞ്ഞ് സെയിൽസ് ക്ലോസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു STC ഒക്കെ ആകുമ്പോൾ അതിനൊരു എനർജിയും എക്സൈറ്റ്മെന്റും ഒരു വളരെ വേഗതയിൽ ഒരു STC ഒക്കെ ആയ ഒരാളാണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് GTS ഒന്നും വേണ്ട, നേരിട്ട് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് കച്ചവടം ചെയ്യുകയാണ്. ശരിയാണോ? അതെങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ ഉറച്ച വിശ്വാസവും ആ ഒരു എനർജിയും എക്സൈറ്റ്മെന്റും കണ്ട് കൂടെ വരുന്നവനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നവന് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ള ബോധം അവന്റെ എനർജിയിൽ അങ്ങ് ഉണ്ടാവുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനോ വന്ന് പെട്ട് എന്ന ആറ്റിറ്റ്യൂഡിൽ മാറി എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള ബോധത്തോടു കൂടെ കണ്ണിൽ നോക്കി ഇൻഡസ്ട്രി പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളാണ് നിങ്ങളിൽ ഏറ്റവും വലിയ, ഏറ്റവും ആദ്യത്തെ സീലിംഗ് അച്ചീവർ, ഏറ്റവും ആദ്യത്തെ ITC നിങ്ങളായിരിക്കും. ഒരു തർക്കവും. ശരിയല്ലേ? അതിന് ഉദാഹരണമാണ് നമ്മുടെ ഉമ്മർ സാറിനെ പോലെ ആളുകൾ. അദ്ദേഹം ഒരു മദ്രസ അധ്യാപകനിൽ നിന്ന് അദ്ദേഹത്തിന് ആ ചട്ടക്കൂടിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് കഴിയോ? അപ്പം ഇതൊക്കെ തെറ്റല്ലേ എന്ന് പറയുമ്പം മകള് പറഞ്ഞ ഒരു സംഭാഷണം, ഉപ്പ നല്ല പ്രോഡക്റ്റ് അല്ലേ, നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ, ബുദ്ധിമുട്ട് ഒത്തിരി ഇല്ലേ, അത് മാറാൻ ഒരുപക്ഷെ ദൈവം നമുക്ക് തന്ന അവസരമാണെങ്കിലോ എന്ന ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു തീരുമാനം എടുക്കുകയും അന്ന് മുതൽ ഇന്ന് വരെ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിച്ചപ്പോ വളരെ ഫാസ്റ്റസ്റ്റ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആവാൻ പോവാണ് നമ്മളെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഉമ്മർ സാർ. ഇത് എവിടുന്ന് കിട്ടിയ തിരിച്ചറിവാണ്? ഇത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന അയ്യൂബ് സാർ ആയിക്കോട്ടെ, റമീസ് സാർ ആയിക്കോട്ടെ, ഷാഹിർ സാർ ആയിക്കോട്ടെ, കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളുപരി ആ മകള് പറഞ്ഞതിൽ നിന്ന് ദൈവം എനിക്ക് വെച്ച് നീട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള ബോധം, തിരിച്ചറിവിൽ നിന്നാണ് ആ സക്സസ് ഉണ്ടായത്. ശരിയാണല്ലോ? ആ തിരിച്ചറിവും ആ ഒരു തീരുമാനവുമാണ് ഈ പറഞ്ഞ ഞാനും നിങ്ങൾ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ എന്റെയും നിങ്ങളെ ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. പലപ്പോഴും ആളുകൾ പറയാണ്ട്, അപ്പൊ എന്നെ കൊണ്ട് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വീട്ടില് ഒരു ആണി ഉണ്ടെങ്കിൽ, അതൊരു സ്റ്റീൽ ആണി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ആണി ആയിക്കോട്ടെ, ഒരു ആണി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ചുമരിലേക്ക് എന്ത് ചെയ്യണം? ഒരു ഹാമർ എടുത്തിട്ട് അടിച്ച് കയറ്റുക. എന്നിട്ട് അതേപോലെ വലിച്ചെടുക്കുക. ക്ലിയർ? വലിച്ചെടുത്താൽ ഒരു പാട് ചുമരിൽ ഉണ്ടാവൂല്ല? ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആലോചിക്കണം, ആ ആണിക്ക് ഒരു ചലനശേഷിയില്ല, ഒരു എനർജിയിൽ ഒന്നുമില്ല.
ശരിയല്ലേ? ഈ ഒരു ചലനമില്ലാത്ത ഒരു ആണിക്ക് പോലും ഭിത്തിയിൽ ഒരു പാടുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ദൈവം ഏറ്റവും കൂടുതൽ കഴിവും അറിവും ബുദ്ധിശക്തിയും പിന്നെ പ്രവർത്തിക്കാൻ ഊർജവും തന്നിട്ട് നിങ്ങൾ എന്നെയും വിട്ടപ്പോ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ആരോഗ്യമുള്ള ആളുകളായിട്ട് നമ്മളിവിടെ വിട്ടു. നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരാണിക്ക് ഒരു പാടുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും? നമ്മളെ സ്വപ്നങ്ങൾ എത്ര എളുപ്പത്തിൽ, നമ്മളെ കൂടെ വരുന്നവന്റെ സ്വപ്നങ്ങൾ എത്ര എളുപ്പത്തിൽ നമ്മൾ ഈ ബുദ്ധിയും ശക്തിയും വെച്ച് നമുക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. സത്യത്തില് ഇവിടെ നിങ്ങൾ മനസ്സിലായി, ഒരുപാട് കഴിവുകളുള്ള ആളുകളല്ല വിജയിക്കുന്നത്, വിജയിക്കാനുള്ള ഒരു മനസ്സുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ആലോചിക്കേണ്ടത് ഇവിടെ വിദ്യാഭ്യാസത്തിനേക്കാളുപരി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉള്ളവനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും അവനെയും കൂടെ ഒന്ന് ഉയർത്തിയെടുക്കാനുള്ള ഒരു പ്ലാൻ പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ബിസിനസ്സിൽ ആളുകൾ എന്ത് ചെയ്യും? വിജയിച്ചു പോകും. ഉറപ്പാണ്. കാരണം എന്തായാലും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി 2030 ആകുമ്പോൾ ഏകദേശം 9,000 കോടിക്ക് മേലെ ടേൺ ഓവർ ഉണ്ടാകുന്നു. ക്ലിയർ? ഏകദേശം 1 ലക്ഷത്തിന് മേലെ ടീം കോർഡിനേറ്റർ ആൻഡ് അബോ ലീഡേഴ്സ് ഉണ്ടാവുമെന്ന് നമ്മളെ MD വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് വെറും വാക്കല്ല എന്നുള്ള തിരിച്ചറിവ് ബോധം ആർക്കുണ്ടാവണം? നമുക്ക് ഉണ്ടാവണം. ശരിയല്ലേ? ഇന്ന് തന്നെ ഏകദേശം 1,500-2,000 കോടിക്ക് അടുത്ത് ടേൺ ഓവർ വന്നപ്പോൾ തന്നെ 400-ലേറെ കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത മൈ ലൈഫ് സ്റ്റൈൽ 9,000 കോടീശ്വരം ഉണ്ടാവുമ്പോ എനിക്ക് ഉറപ്പിച്ച് നിങ്ങൾ ബോണ്ട് പേപ്പറിൽ എഴുതിക്കോ, 385 പേര് ഇതിലുണ്ട്. സീരിയസ് ആണ് ഈ 385 പേരെങ്കിലും ഈ 385 പേരും ITC ആൻഡ് അബോ ലീഡേഴ്സ് ആയിരിക്കും. ഒരു തർക്കമില്ല. കാരണം എന്താ? ഈ 115 പ്രോഡക്റ്റ് നിന്നാണ് 400 കോടീശ്വരന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1000 പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ ഇതിന്റെ 1000 എത്ര ഇരട്ടി ഉണ്ടാവും സക്സസ്. ഇപ്പൊ തന്നെ തുളസി ഡ്രോപ്സ് നിയർലി നമ്മളെ പൈപ്പ് ലൈനിലാണ്. പലപ്പോഴും പല കമ്പനി പറയും നിങ്ങളുടെ അടുത്ത് തുളസി ഡ്രോപ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളോട് പറയുമ്പോ അതും വന്നു കഴിഞ്ഞു, ഇനി ഏതില്ല എന്നുള്ളത് ബോർഡിൽ ഇട്ടാൽ മതി. ഇതില്ല. പണ്ട് ജയിച്ചവരും തോറ്റവരെയും ലിസ്റ്റ് നമ്മളെ ബോർഡിലിടുമ്പോ എന്താണ്? ജയിച്ചവരെ അത്രയാണ്, തോറ്റവരെ മാത്രം ഒരു വശം ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെയാണ്. അതുപോലെ നമ്മൾ ഇല്ലാത്ത മൈലേജ് സ്റ്റൈൽ ഇല്ലാത്തത് എന്താണുള്ളത് ആലോചിച്ചാൽ പൊതുസമൂഹത്തിന് ഒന്നും കിട്ടത്തില്ല ഫ്യൂച്ചറിൽ. എല്ലാം പിൻ ടു പ്ലെയിൻ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഈ പിൻ ടു പ്ലെയിൻ വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിൻ ടു പ്ലെയിൻ വരുമ്പോ ഇതൊക്കെ പല രീതിയിൽ കച്ചവടമായിട്ട് എവിടെയൊക്കെയോ പോകുന്നുണ്ടാവും. ഇതൊക്കെ തന്റെ ഓർഗനൈസേഷനിൽ വരുത്തുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും സക്സസ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? റൈറ്റ്? ഉദാഹരണത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ മുമ്പിൽ ധാരാണി സാറുണ്ട്, അതുപോലെ തന്നെ പിന്നെ മുസ്തഫ സാറുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. അപ്പം ധാരാണി സാറിന് ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് തീരെ പറയാം. അപ്പൊ ധാരാണി സാറിന് ഞാൻ എന്ത് ചെയ്തു? ഒരു പേസ്റ്റ് കൊടുത്തു. മുസ്തഫ സാറിന് ഒരു പേസ്റ്റ് കൊടുത്തു. ഇന്ന് പേസ്റ്റിന്റെ വില 132 ആണെന്ന് കരുതുക. റൈറ്റ്? 132 പേസ്റ്റിന്റെ പ്രൈസ്. അപ്പം അതേ വിലക്ക് തന്നെ ഞാൻ കൊടുത്തു, DPക്ക് തന്നെ കൊടുത്തു. DPക്ക് കൊടുക്കുമ്പോ എനിക്ക് എന്താ വരുമാനം കിട്ടുമോ? കിട്ടും. കാരണം എന്താ? 132ന്റെ 75% ബിസിനസ് വോളിയം, അതായത് 99 രൂപ അല്ലെ? ഡബിൾ 99 BV. ഈ ഒരു 99 ബ്രാഞ്ചുകളിൽ ഒരു 99 ബ്രാഞ്ച് 2ലാണ് വിറ്റെന്ന് വിചാരിക്കുക. ഈ 99ന്റെ 12% കമ്മീഷൻ സുജേഷിന് കിട്ടണ്ടേ? കിട്ടും. 11 രൂപ 88 പൈസ എന്റെ ലെഫ്റ്റിൽ ഒരു പേസ്റ്റും എന്റെ റൈറ്റിൽ ഒരു പേസ്റ്റും മേടിച്ചാൽ ആരെ അക്കൗണ്ടിലേക്ക് വരും? ഹലോ, വരുവോ ഇല്ലയോ? നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. ഒരു പേസ്റ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിൽക്കുമ്പോൾ 11 രൂപ 88 പൈസ വരുന്നുണ്ടെങ്കിൽ 1000 പ്രോഡക്റ്റ് ആയിട്ട് കമ്പനി വരുമ്പോ എത്ര കോടികളാ വരാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. പക്ഷെ ഈ കോടികൾ വരണമെങ്കിൽ ലെഫ്റ്റും റൈറ്റും നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ സ്വപ്നങ്ങളുള്ള, നമ്മളെക്കാൾ ജീവിതത്തിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആയിരക്കണക്കിന് ആളുകളുടെ നെറ്റ്വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം നിങ്ങളിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവണം. മെന്റൽ സ്ട്രെങ്ത്, ഇമോഷണൽ ആയിട്ടുള്ള കുറെ കുത്തുവാക്കുകൾ, കളിയാക്കലുകളൊക്കെ വരുമ്പോ പിറകെ ഓടി നിർത്തുന്നതിന് പകരം അത് വാശിയോടെ നെഞ്ചിലേക്ക് കേട്ട് ചെയ്ത് ഉള്ളിൽ പറ, മോളെ നീ എന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിലടാ, നീ കണക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ വരുന്ന ഫ്യൂച്ചറിൽ എന്റെ സക്സസ് കൊണ്ട് ഞാൻ മറുപടി പറയും. അല്ലാതെ കളിയാക്കിയവന്റെ മുഖത്ത് നോക്കി തെറി പറഞ്ഞു പോയാൽ ജീവിതത്തിൽ അവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾ ഉറപ്പിച്ചോ?
ഒരിക്കലും അങ്ങനെ പറയരുത്. കൈ കൊടുക്കുക. അടിപൊളി, നീ പറഞ്ഞത് ഞാൻ നെഞ്ചിലേക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ വിജയിച്ച് ഞാൻ തിരിച്ചു വരടാ, ഓക്കെ ബൈ എന്ന് പറഞ്ഞു പോവുക. റൈറ്റ്, ചിരിച്ചുകൊണ്ട്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അവരെ വേദനിപ്പിക്കരുത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സത്യം പറയും, ഇനിയും നമ്മള് വേറൊരു ഓപ്പർച്യൂണിറ്റി തേടി അലഞ്ഞ് പോകേണ്ടതില്ല എന്നുള്ളത് നിങ്ങളെ നാട്ടിലുള്ള ഒരുപാട് ലീഡേഴ്സ് തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും ദൈവമേ എന്നെ എന്ത് ഇങ്ങനെയാക്കി എന്ന് ചിന്തിക്കുന്നതിന് പകരം, ദൈവമേ നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോഴെങ്കിലും എനിക്ക് ബോധം തന്നല്ലോ, തിരിച്ചറിവ് തന്നല്ലോ എന്നുള്ള ഇനിയും പോലെ അങ്ങോട്ടങ്ങ് എടുത്ത് ഇറങ്ങിയേക്കണം. വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് ജീവിതത്തിൽ വിജയിച്ച ആളുകളാണ്. അപ്പം ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. എന്നെ സംബന്ധിച്ചോട് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ബിസിനസ്സിൽ നമ്മള് ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മള് ഒരുപാട് സ്കിൽ സെറ്റ്, അതായത് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കില്ലുകളുടെ ഒരു ടോട്ടലാണ് നമ്മളെ നെറ്റ്വർക്കിലെ സക്സസ് എന്ന് പറയും. എന്തൊക്കെ സ്കില്ലുകൾ? ഒരുപാട് സ്കില്ലുകളുണ്ട്. അപ്പൊ അനുദിനം നമ്മൾ ആ സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. റെഡി അല്ലേ? അപ്പൊ ആദ്യം നിങ്ങൾ വേണ്ട എന്താ, നമ്മളിപ്പോ നെറ്റ്വർക്കിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ട എന്താ, ഒരു സെയിൽസ് സ്കില്ല് വേണ്ടേ? മറ്റുള്ളവരുടെ അടുത്ത് ഈ ബിസിനസ് എന്താണെന്ന് പറയാനും ഈ പ്രോഡക്റ്റ് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള വിശ്വാസവും അറിവും വേണം. ആദ്യം നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായി നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. എന്തിനും നമ്മള്, അപ്പൊ നിങ്ങളോട് പറയുന്നത്, സുജയ് സാറേ ഞാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ടെസ്റ്റ് പറയാം. അതായത് നിങ്ങൾ എന്ത് കാണുമ്പോഴും അതിന്റെ, ഇപ്പൊ ഒന്നും വേണ്ട, എനിക്ക് എന്റെ മുടി കൊഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ കോഴിക്കോട് GTS കണ്ടപ്പോ, എന്നെ കണ്ടപ്പോ പിന്നെ മുസ്തഫ സാർ വേറെ സുജേഷ് മുടിയൊക്കെ കൊഴിഞ്ഞില്ലടാ, അപ്പൊ ഞാൻ പറയാണ് ആ നാവ് നെഗറ്റീവാണ്. റൈറ്റ്? അപ്പൊ അതിന് പകരം സുജയ് സാറേ എന്തൊക്കെയുണ്ട്, അടിപൊളിയാണല്ലോ, സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ, നിങ്ങൾ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടോ, നല്ല മുടിക്ക് നല്ല കറുപ്പുണ്ടല്ലോ, ഇത് പോസിറ്റീവാണ്. അപ്പോ ഈ മുസ്തഫ സാർ എന്നോട് പറഞ്ഞു സുജയ് സാറെ മുടിയൊക്കെ കൊഴിഞ്ഞു പോലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് സാറേ ചൂടൊക്കെ അല്ലേ എന്ന് പറയുമ്പോ, അപ്പൊ പിന്നീട് അപ്പൊ പറഞ്ഞ എന്റെ പോസിറ്റീവായ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇത് ആരടുത്ത് മറന്നു പോകും? മുസ്തഫ സാറടുത്ത് മറന്നു പോകും. ശരിയാണോ അല്ലയോ? ആദ്യം നെഗറ്റീവ് പറയുമ്പോൾ അവിടെയുള്ള പോസിറ്റീവ് നമ്മളോട് വിട്ടുപോകും. എന്നാൽ പോസിറ്റീവാണ് നിങ്ങൾ പറയുന്നെങ്കിൽ നെഗറ്റീവ് നിങ്ങളെ നാവിലേ വരില്ല. അപ്പൊ എന്ത് കാണുമ്പോഴും ആദ്യം നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ. ശരിയാണോ അല്ലയോ? ഒരാളെ നിങ്ങൾ കളിയാക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എപ്പോഴും മറ്റുള്ളവന്റെ വേദന കാണാനാണ് ഇഷ്ടം, അവനെ കുത്തി വേദനിപ്പിക്കാനാണ് ഇഷ്ടം. ശരിയല്ലേ? അതൊരു സമൂഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടാണോ, അല്ലെങ്കിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആണോ? ഒരിക്കലല്ല. അങ്ങനെ ഒരുപക്ഷെ നിങ്ങൾക്ക് കൈയടിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണാം, പക്ഷെ അവസാനം നിങ്ങളെ പരാജയമായിരിക്കും. അപ്പൊ എന്താ പറയാ, അപ്പൊ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാ, ഈ ബിസിനസ്സിൽ ഒരാള് മൈലേജ് ചെയ്യുന്ന ഒരാള്, ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, ഇപ്പൊ മാസ്റ്റർ സാർ ചെയ്യാണ്, മുസ്തഫ സാർ ചെയ്യുന്നു. ഇപ്പൊ മുസ്തഫ സാർ എങ്ങനെ പോകുന്ന ബിസിനസ്? മുസ്തഫ സാർ എന്നോട് പറഞ്ഞു അടിപൊളിയാണ്, സെറ്റാണ് സാറേ. അതിന് ബിസിനസ് ഒക്കെ ചെയ്താലേ രക്ഷപ്പെടുള്ളൂ, ജോലിയൊന്നും ചെയ്താലും രക്ഷപ്പെടില്ല, ജോലി ഒന്നും ചെയ്താൽ കഴിഞ്ഞുള്ളൂ സാറേ, പൊളിച്ചടിക്കും സാറേ. എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, പക്ഷെ സാറ് പൊളിക്ക്. ഇത് പോസിറ്റീവാണ്. എന്നെ കൊണ്ട് കഴിയില്ല, കഴിയുന്നവനെങ്കിലും ചെയ്ത് വിജയിക്കട്ടെ. റൈറ്റ്? അതൊരു പോസിറ്റീവ് അല്ലേ? അപ്പൊ എന്തിനും ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളെ ആറ്റിറ്റ്യൂഡാണ് മെയിൻ ആയിട്ട്. നമ്മളെ മനോഭാവം എന്ത് ചെയ്യണം? വളരെ പോസിറ്റീവ് ആണ്. മനോഭാവം പോസിറ്റീവ് ആണ്, വലിയ ഡിഗ്രി ഉണ്ടായിട്ടില്ല. നല്ല എഡ്യൂക്കേഷനുള്ള ആളുകൾക്ക് നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം ഒരു നിർബന്ധമില്ല. മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്ന എവിടുന്ന? വിശ്വാസം ഉണ്ടാകുന്ന അറിവിലാണ്. അറിവ് എന്താണ്? അറിവുണ്ടാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. പഠിച്ച് ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും പ്രൊഡക്ട് ട്രെയിനിങ്ങിലും വരുമ്പോൾ ഓൾറെഡി എന്താണ്? അറിവ് കൂടുമ്പോൾ വിശ്വാസം കൂടും. വിശ്വാസം കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് മാറും. ശരിയല്ലേ? അപ്പം ഞാൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ആദ്യം നമ്മൾ ടെസ്റ്റ് എടുക്കണം. നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് കഴുകി കളയാൻ വേണ്ടി മാക്സിമം സക്സസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിങ്ങളുടെ സാമീപ്യം നിങ്ങൾ കൂട്ടണം. നിങ്ങൾ പ്രോഗ്രാമുകൾ മാക്സിമം ഉപയോഗിക്കണം. അങ്ങനെ എന്നും ഒരു ചെറിയ പുഞ്ചിരിയുടെ ഒതുക്കിക്കൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറാനും മറ്റുള്ള ഇടയിൽ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കാനുള്ള ഒരു സ്വഭാവ സവിശേഷ ഗുണങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? സ്വായത്തമാക്കണം. അങ്ങനെ നമ്മൾ പറയാറില്ലേ, ഒരു ലെവലിൽ ആളുകൾക്ക് ഒരു സ്വീകാര്യത നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ പണി.
ഇത് ഒരു ഡയറക്ട് സെല്ലറെ സംബന്ധിച്ചിടത്തോളം, ഒരു സെയിൽസ് ഫീൽഡിലെ ആളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ഒരു സ്വീകാര്യത ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെടുത്ത് ഇടപഴകാനും ചെയ്യാനും തയ്യാറാവണം. റെഡിയല്ലേ? ഇവിടെ എപ്പോഴും വിൻ വിൻ സിറ്റുവേഷൻ. മറ്റുള്ള വ്യക്തി വിജയിക്കാൻ വേണ്ടി നമ്മളെ ഉള്ളിൽ എന്തൊക്കെ അറിവുണ്ടോ അത് കൂടെയുള്ളവന് പകർന്നു കൊടുക്കാൻ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. ഇനി ചിലപ്പോ നമ്മളെ കൂടെയുള്ള ആളുകൾ നമ്മളെ ചീത്ത പറഞ്ഞേക്കാം, ചിലപ്പോ എന്തൊക്കെ മോശം പറഞ്ഞാലും അവരുടെ അറിവില്ലാത്തത് കൊണ്ടാണ്. ഈ ടീം വലുതായി ശക്തമായി ബിസിനസ് മനസ്സിലായാൽ ആ തെറ്റ് അവളെ ബോധ്യപ്പെട്ട് ഇനി നാളെ സോറി എന്റെ അടുത്ത് വന്ന് പറയും, സാറേ അന്ന് സാറിന് മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഒരിക്കലും തെറ്റാണ്, അത് അറിയാതെ പറഞ്ഞു പോയത്. അതേ സ്ഥാനത്ത് തെറ്റ് പറഞ്ഞ് നമ്മൾ തെറി പറയുകയാണെങ്കിൽ നമ്മൾ അവന് ഈക്വലാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അവിടെ ആ ഒരു സഹിക്കാനും ഒരു ക്ഷമിക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ ബിസിനസ്സിൽ വേണം. കാരണം എന്താ? നമ്മൾ എന്തിനു വന്ന ആളുകളാ? വീക്കിലി 2,10,000 ആവറി വീക്ക് നമ്മളെ വീക്ക് അക്കൗണ്ടിലേക്ക് വരികയാണ്. മന്ത്ലി 8,40,000 വരുമില്ലയോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അനീഷ് ബാബു സാർ 2015 ഇവിടെ വന്നിട്ട് 15, 16, 17 നന്നായിട്ട് പണിയെടുത്തുകൂടാ? ശരിയല്ലേ? ബെല്ലി സാറും അനീഷ് സാറൊക്കെ കൂടെ വന്ന് ബിജു ബി കെ സാറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തപ്പോ അന്ന് ഒരുപാട് കളിയാക്കലും തെറിയൊക്കെ കേട്ടേക്കാം. അതൊക്കെ ക്ഷമയോടെ സഹിച്ച് കൂടെ നിന്ന് ഒരു ടീം ബിൽഡായപ്പോ ഇപ്പൊ പണി കുറവാ. പക്ഷെ ഇപ്പൊ എന്താ? ആവറി വീക്ക് 2,10,000, ആവറി മന്ത് 8,40,000 ആവറേജ്. മലബാറിന്ന് മാത്രം ഒരു 20 CR മേലെ ആര് നേടി? അനീഷ് ബാബു സാർ നേടി. ആ ഒരു ക്ഷമക്കാണ്, ആ പോസിറ്റിവിറ്റിക്കാണ് ആ കാശ് വന്നത്. ശരിയാണല്ലോ? അപ്പൊ എനിക്ക് നിങ്ങൾക്ക് കിട്ടും. എന്ത് വേണം? ക്ഷമിക്കാൻ പഠിക്കുക, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് വെച്ച് മാക്സിമം ആളുകളെ പരിചയപ്പെടാനും അവരുടെ നന്മ ആഗ്രഹിച്ച് അവരുടെ കൂടെ പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറായാൽ 101% ഗ്യാരണ്ടി മൈ ലൈഫ് സ്റ്റൈൽ എന്നെ നിങ്ങളെ വലിയ ഉയരത്തിലേക്ക് എത്തിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഈ കാലഘട്ടം കടന്നു പോകാൻ നമ്മൾ തയ്യാറാവും. ശരിയല്ലേ? നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഒത്തിരി സ്ത്രീകൾ ഇവിടെയുണ്ട്, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻഫുൾ ആയ കാര്യം പ്രസവ ഒരു വേദനയാണെന്നൊക്കെ ആളുകൾ പറയും. നമ്മളത് അനുഭവിച്ചിട്ടില്ല. അവരനുഭവിച്ച ആള് പറയും ഇതൊന്നും അല്ല വേദന, ആ ഒരു പ്രഗ്നൻസി പീരീഡിലുള്ള ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഒരു നമ്മളെ വൈഫ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ ഒരു 3 മാസം മുതൽ ചില ആളുകൾക്ക് എന്ത് തുടങ്ങും? വോമിറ്റിങ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, സ്മെല്ല് പറ്റില്ല. ശരിയാണോ ഇല്ലയോ? ഒരു 6 മാസമൊക്കെ ആവും നന്നായിട്ട് ഒരു വയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മര്യാദ കിടക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടം അവരെങ്ങനെ ഓവർകം ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടാണ്, ഭയങ്കര പെയിൻഫുൾ ആണ്. പക്ഷെ അവർ എങ്ങനെ മറികടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിലേക്ക് 9ാമത്തെ മാസം വരുന്ന ആ ഒരു വലിയൊരു സന്തോഷത്തിന് മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് ഈ പെയിനെ മറികടക്കാൻ അവരെ സാധിക്കുന്നത്. ശരിയാണല്ലേ? റെഡിയല്ലേ? അപ്പം അങ്ങനെ അവർക്കൊരു മുൻകൂട്ടി കാണാനുള്ള ആ ഒരു മോനോ മോളോ എന്റെ കയ്യിലേക്ക് വരുമ്പോ എന്റെ ഈ എല്ലാ വേദനയ്ക്കും ഒരു പരിഹാരമാണ്. ആ സന്തോഷം വരുമ്പോ എല്ലാം അവിടെ അലിഞ്ഞില്ലാതെയാവും. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ എനിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ചൂടെ? ഈ ബിസിനസ്സിൽ ഒരു ബിഗിൻ വിത്ത് എൻഡിങ് മൈൻഡ് എന്തുകൊണ്ട് വന്നുകൂടാ? 2028 ഞാൻ ITC ആവും, എന്റെ മെഴ്സിഡീസ് ബെൻസ് കൂടെ പൂനൂരിലും പിന്നെ കൊടുവള്ളിയിലും ഞാൻ കോഴിക്കോടൊക്കെ ഞാൻ സഞ്ചരിക്കും, അങ്ങനെ മണ്ണാർക്കാടും പാലക്കാടൊക്കെ ഞാൻ പോകും. എന്തുകൊണ്ട്? അങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ട് ഈ പെയിനെ ഓവർകം ചെയ്തുകൂടാ? ഈ കളിയാക്കലിന് ഓവർകം ചെയ്തുകൂടാ? ശരിയാണല്ലേ? അപ്പൊ ആ ലെവലില് വരുന്ന സൗഭാഗ്യത്തിന്റെ മുന്നോട്ട് കാണാനും അതിനു വേണ്ടി പണിയെടുക്കാനും നമ്മൾ തയ്യാറായാൽ ഇന്ന് അനീഷ് ബാബു സാറും ബെല്ലി സാറും ബിജു ബി കെ സാറൊക്കെ ആസ്വദിക്കുന്ന ഈ ലൈഫ് സ്റ്റൈൽ, ഈ സാമ്പത്തിക ഒരു സുരക്ഷിതത്വം ആർക്കും അനുഭവിക്കാൻ സാധിക്കും? നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കും. എന്തിനേറെ പറഞ്ഞു, ഉമ്മർ സാറ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2021 സാറിന്റെ ഒരു വേഷവിധാനങ്ങളും സാറിന്റെ സാമ്പത്തിക ഭദ്രതയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വീട്ടിൽ നിന്ന് ഒരു 10 ലിസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ 10ൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണെന്ന് വൈഫിന്റെ ചെവിയിൽ ചോദിച്ച് ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചൊരു വാങ്ങുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് എന്ത് വേണമെന്ന ലെവലിലേക്ക് ഉയർത്തി അല്ലെ. ഇനി എന്ത് വാങ്ങിച്ചുകൂടാന്ന ലെവലിലേക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവൂരിൽ നിന്ന് കണ്ട സമയത്ത് സാറിന്റെ കയ്യിൽ iPhone 70 Pro Max കിടക്കുക. ആ ഒരു മാനസികാവസ്ഥ, അത് മേടിക്കാനുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഒക്കെ ചെറിയ കാര്യമാണോ? ചെറിയ കാര്യം. ലോട്ടറി അടിച്ച് വാങ്ങിയതല്ല സാറേ, മൈലേജിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് മേടിച്ചതാ. ആ വേർപ്പ് 2 തുള്ളി വേർപ്പ് ഭൂമിയിൽ ഉട്ടിയിട്ട് അവിടുന്ന് വന്ന പൈസ കൊണ്ട് മേടിച്ചതാ. വെറുതെ ഇരുന്ന് വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ല,
വീട്ടിൽ ഫീൽഡിൽ ടീമിന്റെ കൂടെ ഇറങ്ങിയിട്ടും ടീമിന് വേണ്ടി ഇൻഫർമേഷൻ കൊടുത്തിട്ടും അത് വീഡിയോ ആക്കിയിട്ട് കറക്റ്റ് ആളുകൾക്ക് റെഗുലർ ആയിട്ട് സ്റ്റാറ്റസ് ആയിട്ടും റെഗുലർ ആയിട്ട് അയച്ചിട്ട് മറ്റു കൂടെ വരുന്നവന്റെ സക്സസ് ആത്മാർത്ഥമായിട്ട് 100% ആഗ്രഹിച്ചിട്ട് അവന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ ദൈവം കൊടുത്ത ഒരു സാറ്റിസ്ഫാക്ഷനാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മളെ ലീഡേഴ്സ് ആസ്വദിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, ഇതേ വഴിയാണെങ്കിൽ, ഇതേ തിയറിയാണ്, ഇതേ അപ്രോച്ച് ആണെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും കിട്ടും. ശരിയാണോ അല്ലേ? ദൈവം എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സ്ട്രഗിളിൽ നിങ്ങൾ ഉയർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം, വരുന്ന 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വരുന്ന 6 മാസം കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കാൾ കഴിവുള്ളവൻ നിങ്ങളെ കൂടെ വന്ന് പണിയെടുക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു ലീഡർ എന്ന രീതിയിൽ മുൻനിരയിൽ നയിക്കാനുള്ള ധൈര്യവും ആർജവും പോസിറ്റിവിറ്റി നിങ്ങൾ ഉണ്ടാക്കണം. ഒരു സ്ഥലത്തും നെഗറ്റീവ് പാസ് ചെയ്യാതെ. ഇനി ഒരു ലവ് ലൈനെ ഒന്നും വേണ്ട, ഉമർ സാറിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റുള്ള ഒരാൾ, ഇപ്പൊ എന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റുള്ള ആള്, ചിലപ്പം ബ്രാഞ്ച് 1ഉം 2ഉം ഒരു ബന്ധവുമില്ല. അപ്പം ബ്രാഞ്ച് 1ലുള്ള ഒരാള് എന്തൊക്കെ ഒരു നെഗറ്റീവ് പാസ് ചെയ്യാൻ ഒരു ചിന്ത മറ്റവനെടുത്ത് ഒരിക്കലും പാടില്ല. അപ്പൊ നമ്മളെ കൂടെ, നമ്മളെ ടീമിൽ അല്ലെങ്കിലും മറ്റൊരാൾ ഒരു ടീമിനെ കാണുമ്പോൾ എപ്പോഴും പോസിറ്റീവ് പറഞ്ഞു കൊടുക്കുക, സീരിയസ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക, അടുത്ത റാങ്കിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക, ഡെയിലി, വീക്കിലി, മന്ത്ലി ഇൻകത്തിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. ഇനി എന്തെങ്കിലും ഒരു സങ്കടം വന്ന് പറഞ്ഞാൽ അതിനെ അതൊക്കെ മേലെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം തയ്യാറാകുക. നിങ്ങൾ ഇവിടുന്ന്, ഞാൻ തിരൂരിൽ നിന്നോ, ഞാൻ മലപ്പുറത്തുനിന്നോ, ഞാൻ കൊടുവള്ളിയിൽ നിന്നോ ഒരു പോസിറ്റീവ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടുന്ന് കിട്ടും? തലശ്ശേരിയിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ ഒരു പോസിറ്റീവ് എന്റെ ടീമിൽ കിട്ടും. ശരിയാണോ? അപ്പം നിങ്ങളെ ടീമിനെ മാത്രമല്ല നിങ്ങൾ ഗൈഡ് ചെയ്യേണ്ടത്, പോസിറ്റീവ് ആക്കേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്. ഏത് മൈ ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ, ഏത് ലീഡർ നോക്കാതെ മാക്സിമം നിങ്ങൾക്കുള്ള അറിവ് കൊടുക്കാനും, ഒന്ന് കൈപിടിച്ച് ഒന്ന് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അതൊന്ന് താങ്ങി സപ്പോർട്ട് ചെയ്ത് കയറ്റി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഇത് ചെയ്താൽ മുബീൻ സാറ് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് എഫേർട്ട് ഇട്ടാലും ഈ ഭൂമിയിൽ ഇട്ടാലും അതിന്റെ 100 ഇരട്ടി റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് വലിയൊരു സപ്പോർട്ടായിട്ട് ദൈവം അതിനൊരു സപ്പോർട്ടീവായിട്ട് വരും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാം, ഒന്ന് സെയിൽസ് ചെയ്യാനുള്ള സ്കില്ല്, റീറ്റെയിലിംഗ് മാക്സിമം ചെയ്യുമ്പോൾ, മാക്സിമം ആളുകളിലേക്ക് നമ്മൾ പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റുകൾ ആളുകൾ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് വന്നിട്ട് ആ പോസിറ്റീവ് അവർ നമ്മളോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചാർജ് ആവും. ശരിയാണോ ഇല്ലയോ? നമ്മൾ ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചു, നമ്മളെ പല്ലിലെ പുളിപ്പ് മാറുമ്പോൾ 100 കണക്കിന് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ച് 100 വീടുകൾ പോസിറ്റീവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കൂടും. അപ്പൊ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ ബിസിനസിന്റെ കാതലായ വശം. ഓൺലി റീറ്റെയിലിംഗിൽ മാത്രം നിങ്ങൾ ഒതുങ്ങരുത്. ഓൺലി റീറ്റെയിൽ ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ ആരോഗ്യത്തിനെ, നമ്മളിപ്പോ രാവിലെ എടുത്തിറങ്ങാൻ പറ്റിയാൽ മാത്രമല്ലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. നമുക്ക് പേഴ്സണലി ഒരാഴ്ച ഈ ബിസിനസ് മാറി നിൽക്കണമെങ്കിൽ റീറ്റെയിൽ മാത്രമാണ് വരുമാനമെങ്കിൽ ഒരിക്കലും വരുമാനത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ റീറ്റെയിൽ ഉപരി നമ്മൾ എന്ത് ചെയ്യണം? റിക്രൂട്ട്മെന്റും നമ്മൾ ചെയ്യണം. അപ്പൊ റീറ്റെയിൽ ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിച്ച് അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബിസിനസ് ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം, ആർജവൊക്കെ നമുക്ക് ഉണ്ടാവും. ശരിയാണല്ലേ? അപ്പൊ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്, സെയിൽസ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് നന്നായിട്ട് പ്ലാൻ പറയുന്ന ആൾ, ആരാണ് നന്നായി റീറ്റെയിൽ ചെയ്യുന്ന ആൾ, ഒരു മടിയും വേണ്ട സർ, കൂടെ പോയി പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നന്നായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു ചെറിയ സമയം കൊണ്ട് വളരെ ഭംഗിയായിട്ട് പ്ലാൻ പറഞ്ഞ ഒരാളെ ക്ലോസ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ ടീമിലുണ്ട്. ജസ്റ്റ് ഒന്നും വേണ്ട, 1-2 പ്ലാൻ അദ്ദേഹം കൊടുക്കുമ്പോൾ കൂടെ പോയി പഠിക്കുന്നതിന് ഒരു മടിയും ഒരു മോശം വിചാരിക്കണ്ട. കാരണം എന്താ? ഇത് എത്രയും പെട്ടെന്ന് കാര്യം പഠിച്ചാൽ കൂടെ ഉള്ളവരെ പഠിപ്പിച്ച് നമ്മളെ നെറ്റ്വർക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് പറ്റൂലേ? അപ്പൊ അതെല്ലാം അപ്ലൈൻ വന്ന് വരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊക്കെ എന്റെ ലീഡർ വന്നിട്ട് ചെയ്യും, ഞാൻ എന്തിനു പഠിക്കണം? അങ്ങനെ ആ ചിന്തയുള്ള ആൾ ഇവിടെ ഇരിക്കുള്ളൂ. ശരിയല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെയിൽസ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് കുറവാണെങ്കിൽ അത് എന്ത് ചെയ്യണം? നിരന്തരം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഫീൽഡിൽ പോയാൽ മാത്രമേ ഫീൽഡിന്റെ പൾസ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫീൽഡിൽ പോകുമ്പോൾ പ്ലാൻ കൊടുക്കുമ്പോഴാണ് ആളുകൾ സംശയങ്ങൾ ചോദിക്കും, ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കും, നമുക്ക് കോൺഫിഡൻസ് കൂടും. ശരിയാണല്ലേ? അപ്പൊ എത്ര വലിയ മികച്ച ആളാണെങ്കിലും മനസ്സിലാക്കേണ്ട, പലപ്പോഴും പല ആളും സാറേ ഒരു അധ്യാപകന്റെ അടുത്ത് പ്ലാൻ പറയാൻ മടിയാ, ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പ്ലാൻ പറയാൻ മടിയാ, ഒരു ഡോക്ടറെ അടുത്ത് പ്ലാൻ പറയാൻ മടിയാ. എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, വേറെ ആരെ കാര്യമല്ല പറയുന്നത്, എന്റെ കാര്യമാണ് പറയുന്നത്. തുടക്കത്തിൽ എനിക്കൊരു അധ്യാപകനെ കാണാൻ പേടിയാ. അപ്പൊ എന്റെ ലീഡർ സുജേഷേ, എടാ
നീ ഡയറക്ട് സെല്ലറാണ്, പുള്ളി അധ്യാപകനാണ്. പുള്ളിയുടെ മേഖലയിൽ അറിവുള്ളവനാണ്, നീ ഈ ബിസിനസ്സിൽ അറിവുള്ളവനാരാ? നീയാണ്. നീ എന്തിനു ഭയക്കണം? ആ പേടി മാറ്റിവെച്ച് ഈ ഇൻഡസ്ട്രിയിൽ പുലി നീയാണെന്ന ബോധത്തോടുകൂടെ നീ അങ്ങോട്ട് പോയി. പുള്ളിക്കൊരു ബഹുമാനം കൊടുത്ത് പുള്ളി കാര്യം പറഞ്ഞു കൊടുത്താൽ പുള്ളി വലിയ ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? പക്ഷെ നമ്മൾ എന്തിനു പേടിക്കണം? വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഉൽപ്പന്നം കൊടുക്കുന്നു, 2 വർഷത്തെ ഡേറ്റ്, ആവറേജ് ഒരു 90% റിസൾട്ട് ഗ്യാരണ്ടി ഉള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ നമ്മൾ ആരെ ഭയക്കണം, പേടിക്കണം? വേണ്ട സർ, ശരിയല്ലേ? ഇപ്പൊ 2013 ഓഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്ത് ഇന്നേ വരെ മൈ ലൈഫ് സ്റ്റൈൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്ത് ഈ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പനി മാറണമെങ്കിൽ വെറുതെ വന്നതല്ല. അത് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് കൃത്യമായി കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മാനേജർ നമുക്ക് ഉണ്ടായത് കൊണ്ടാണ്. പ്രൊഡക്റ്റ് ബേസ് ആയിക്കോട്ടെ, ഇൻകം പ്ലാൻ ആയിക്കോട്ടെ, ലീഡേഴ്സ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ലീഡേഴ്സിന് കിട്ടുന്ന ഇൻകത്തിലായിക്കോട്ടെ, നമുക്ക് വരുന്ന വരുമാനത്തിൽ കൃത്യത, എല്ലാ കാര്യത്തിലും വളരെ 100% പെർഫെക്റ്റ് ആയിട്ട് വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനി 2013 തീരുമാനം എടുത്തിട്ട് വരുന്ന 100 വർഷം മിനിമം 100 years എങ്കിലും ഇവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാ പദ്ധതിയായിട്ട് ഇറങ്ങിയ ഒരു കമ്പനിയിൽ നമ്മൾ എന്തിനു പേടിക്കണം? 2 or 3 തലമുറയുടെ ഈ ബിസിനസ് നിങ്ങൾ ഞാൻ പറയട്ടെ, മിനിമം നിങ്ങൾ ഒരു NTC ഒരു ITCയിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങളുടെ 3 തലമുറ ഇവിടെ സേഫാണ്. 3 തലമുറ സേഫാണ്. ഈ 3 തലമുറയിലും എന്റെയും നിങ്ങളെയും പേര് ആള് പറയും, ആ ജനറേഷൻ പറയും, ഉറപ്പായിട്ട് പറയും. അതിനുവേണ്ടി വരുന്ന 2 or 3 വർഷം ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ, ഒന്ന് വേർപ്പൊഴുക്കി ഫീൽഡിൽ കൂടുള്ളവനൊരു പണിയെടുത്താൽ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് അവന്റെ റാങ്കും വരുമാനം ആഗ്രഹിച്ച് മാക്സിമം എഫേർട്ട് ഇട്ടാൽ, ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറയാം, 2 or 3 വർഷം കഴിയുമ്പോ ഇതിനൊക്കെ ഔട്ട്പുട്ട്, ഇതിനൊക്കെ റിസൾട്ട് ഞാൻ നിങ്ങൾ ആസ്വദിക്കാൻ കഴിയും. വരുന്ന 2 or 3 തലമുറയിലേക്ക് ആ ഒരു റിസൾട്ട് പോകും, എനർജി പാസ് ചെയ്യപ്പെടും. അവരൊക്കെ നമ്മൾ അധ്വാനിച്ചതിന്റെ ഫലം അവരൊക്കെ എന്ത് ചെയ്യും? ആസ്വദിക്കും. നമ്മൾ ആ തലമുറയിലും ജീവിക്കും. നമ്മളെ പേരുകൾ അവർ പറയും. അതിന് വരുന്ന 1 or 2 വർഷം ലീഡർ എന്താണോ പറയുന്നത്, ഇവിടെ 2 ടൈപ്പ് ആളുകൾ വിജയിക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്, ഏത് മീറ്റിങ്ങിലും പറയുന്നത്. ഇത് എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ പറയാണ് ഞാൻ. എന്താ അറിയോ? ഒന്ന്, അനുസരണ ഇല്ലാത്തവർ ഈ ബിസിനസ്സിൽ വിജയിച്ച ചരിത്രമില്ല. ഞാൻ വലിയ സംഭവമാണ്, എന്നേക്കാൾ കഴിവ്, എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള ലീഡർ എന്നോട് എന്ത് പറയാനാ എന്നൊരു ആറ്റിറ്റ്യൂഡ്, എല്ലാം എനിക്കറിയാം എന്നൊരു ആറ്റിറ്റ്യൂഡ് വിജയിക്കില്ല. രണ്ടാമതൊരു കാറ്റഗറി, തന്റെ പ്രവർത്തനം കൊണ്ട് തന്റെ ലീഡർക്ക് വരുമാനം കിട്ടുന്നു, അവൻ രക്ഷപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നവനും ഇവിടെ വിജയിക്കില്ല. രണ്ടും പച്ച തൊടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുറേ, പച്ച തൊടില്ല. നിങ്ങൾ എത്ര കഴിവുള്ളവരായും പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലിയർ? അപ്ലൈൻ എന്ത് കിട്ടുന്നതല്ല, എന്റെ തൊട്ട താഴെയുള്ളവന് വരുമാനം മേടിച്ചു കൊടുത്താൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടല്ലോ, അത് കൃത്യമായിട്ട് ബുധനാഴ്ച 3 മുതൽ 5 മണിക്കുള്ളിൽ എനിക്ക് കമ്പനി തരുന്നുണ്ടല്ലോ, ഇതൊക്കെ മേലെ വേറെ എന്ത് വേണം? ആ അപ്ലൈന്റെ മൈൻഡ് സെറ്റില്, ആ സ്പോൺസറുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പേരുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയേ. ആ ഒരു നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? ശരിയാണല്ലേ? നിങ്ങൾ കോടികൾ വരുമാനം മേടിച്ചോ, സ്പോൺസർക്ക് 1 രൂപ കൊടുക്കണ്ട, പക്ഷെ ഞാനും നിങ്ങളും നന്ദി കേട് കാണിക്കാൻ പാടില്ല. നന്ദിയുള്ളവനാവുക, അതാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും മികച്ച ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ്. ഇതിന്റെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിശ്വസിക്കുന്ന ശക്തി നമ്മളെ എന്ത് ചെയ്യുന്ന അറിയോ? വലിയ രീതിയിൽ ജമ്പ് ചെയ്യും. ബിസിനസ്സിൽ വലിയ ജമ്പ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിൽ സെയിൽസ് സ്കില്ല്, അതുപോലെ തന്നെ റിക്രൂട്ടിംഗ് സ്കില്ല്, പുതിയ ആളുകൾ. ഞാൻ പറയട്ടെ, പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, സാറേ 150 പേരുടെ ലിസ്റ്റ് ഇടണം. ട്രെയിനിങ്ങിലെല്ലാം കേൾക്കും, പക്ഷെ എത്ര പേർ അത് കൃത്യമായി ചിട്ടിട്ടുണ്ട്? എത്ര പേരിൽ അത്ര ലിസ്റ്റ് ഉണ്ട്? പറയാൻ എളുപ്പമാണ് സാറേ, അത് ഇട്ടത്. കാരണം 25 പേരെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ 2019 ഇല്ല 2022 ഇട്ടതാ. പിന്നെ ലിസ്റ്റ് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല സാറേ. സോറി സാറേ, ഞാൻ ഇട്ടേക്കാം. വീണ്ടും പഴയ പടി തന്നെ ലിസ്റ്റ് ഒന്നും ഇടില്ല. പക്ഷേ ആദ്യം തിരിച്ചറിവ് മാറ്റം ഉണ്ടാക്കേണ്ടത്, പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാവണം. ഇപ്പോഴും എന്റെ കയ്യിൽ 227 പേരുടെ ലിസ്റ്റ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമില് നിങ്ങൾ എന്റെ വണ്ടിയിലുള്ളത്, എന്റെ ബാഗ്, കോഴിക്കോട് GTSൽ വന്ന സുജേഷ് നിന്റെ ലിസ്റ്റ് എവിടെ ഇടാന്ന് ചോദിച്ചാൽ പച്ചക്ക് ഞാൻ കാണിക്കും 200 ചില്ലാനും പേരുടെ ലിസ്റ്റ്. നിങ്ങൾ ചോദിച്ചോ? കോഴിക്കോട് ഇനി എപ്പോ കാണുമ്പോൾ ചോദിക്കണം, സുജേഷ് ലിസ്റ്റ് എവിടെ? ചോദിക്കണം, ഞാൻ കാണിക്കും. കഴിഞ്ഞ ആഴ്ച വരെ എന്റെ ലിസ്റ്റിൽ ആഡ് ചെയ്ത ആളുകളുടെ പേര്. റൈറ്റ്? വെറുതെ പറയുന്നതല്ല, ഉണ്ട്. അതിൽ എത്ര പേർക്ക് പ്ലാൻ പറഞ്ഞു ചോദിച്ചാൽ എല്ലാവർക്കും പ്ലാൻ പറഞ്ഞത് വരുന്നേ ഉള്ളൂ.
പക്ഷെ ലിസ്റ്റ് ഇടാൻ ഞാൻ ഒരിക്കലും മടി കാണിക്കാറില്ല. മാക്സിമം ആളുകളെ പരിചയപ്പെടാനും ഒന്നും വേണ്ട. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ട്രെയിനിൽ, ഞാനിപ്പം കൂടുതലും വടകരയിൽ നിന്ന് കോഴിക്കോട് ട്രെയിൻ യാത്ര 40 മിനിറ്റ് കൊണ്ട് ട്രെയിൻ എത്തും. സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താം. അപ്പൊ മാക്സിമം ഞാൻ ട്രെയിൻ യാത്ര ഉപയോഗിക്കുന്നത് മാക്സിമം ആളുകളെ ഞാൻ പരിചയപ്പെടും. ഒത്തിരി പേര് കാസർഗോഡ്, ഉപ്പള, അങ്ങനെ മംഗലാപുരം, അങ്ങോട്ട് തൃശ്ശൂര്, കോയമ്പത്തൂരൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഞാൻ പരിചയപ്പെടേണ്ട ലിസ്റ്റിലുണ്ട്. അപ്പൊ സുജേഷ് എപ്പോ പ്ലാൻ കൊടുക്കാനെന്ന് ചോദിച്ചാൽ അത് കൊടുക്കും, അത് ഫ്രീ ആകുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കും. പക്ഷെ ലിസ്റ്റ് ഇടാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, മടി കാണിക്കരുത് എന്ന് ഞാൻ പറയണം. ശരിയാണോ അല്ലേ? അപ്പം ലിസ്റ്റ് ഇടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് ഒരു ബേസിക്സിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ഇപ്പം തന്നെ ഞാനൊരു നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ഞാൻ എന്റെ ലിസ്റ്റ് ഇട്ട്, ഞാൻ 5 കൊല്ലം മുന്നേ ലിസ്റ്റ് ഇട്ട് ഒരാൾക്ക് പ്ലാൻ കൊടുത്തതാണെങ്കിൽ എനിക്ക് ഫ്ലുവന്റ് ആയിട്ട് പ്ലാൻ പറയാൻ കഴിയില്ല. അതേസമയം ഞാൻ ഈ ആഴ്ചയിൽ ലിസ്റ്റ് ഇട്ട് പുതിയ ആളെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ലിസ്റ്റ് വഴി ഞാൻ എന്ത് ചെയ്യും, ഇൻവൈറ്റ് ചെയ്യും. അറിയല്ലേ, ഒരാളെ ഇൻവിറ്റേഷൻ പഴയ പണി ഞാൻ വീണ്ടും എടുത്തു, ഇൻവൈറ്റ് ചെയ്തു, ഒരു GTS കേട്ടി, അയാളെ ഫോളോ അപ്പ് ചെയ്തു, അയാളെ സെയിൽസ് ക്ലോസ് ചെയ്തു. എന്റെ ബേസിക്സിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചുപോയി. എന്റെ അറിഞ്ഞ പണി ഞാൻ വീണ്ടും ഒന്ന് പോളിഷ് ചെയ്തെടുത്തു. ഈ പോളിഷ് എടുത്താൽ ഞാൻ പുതിയൊരു ഏരിയയിലേക്ക് ബിസിനസ് വരികയാണ്. ഞാൻ ഇപ്പൊ മുസ്തഫ സാറിന്റെ സ്ഥലപടിയായിരുന്നു സാറേ, പാണ്ടിക്കാട് അല്ലെ, റൈറ്റ്. അവിടെ എനിക്ക് പുതിയൊരാളെ കിട്ടിയെന്ന് ഇരിക്കുക. മലപ്പുറം ഡിസ്ട്രിക്റ്റിന് പുതിയൊരാളെ കിട്ടിയാൽ എന്റെ പഴയ കഴിവെടുത്ത് ഞാൻ വീണ്ടും ഇറക്കണം ഫീൽഡില്. വേണോ വേണ്ടിയോ? ഹോം മീറ്റിംഗ് എടുക്കണം, ഹോം മീറ്റിംഗ് എടുക്കണ്ടേ, ഫോളോ അപ്പ് ചെയ്യണ്ടേ? അപ്പൊ ഞാൻ ഈ ബേസിക്സിൽ ഞാൻ വിട്ടുപോയതെല്ലാം നടക്കൂ. അപ്പം ഒരിക്കലും നമ്മൾ പഠിച്ച പണി നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ റിക്രൂട്ട്മെന്റ് ചെയ്താൽ ഈ പണിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ നല്ലൊരു ഓർഗനൈസർ ആവണം. മീൻസ് എന്താ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെ ടീമിനെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ, നമ്മളെ പല പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ഭംഗിയാക്കുന്ന പോലെ ടീമിന്റെ പല പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരെ ഒരു സൊല്യൂഷൻ കൊടുത്ത്, ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് എന്ത് നമുക്ക് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആദ്യം വേണ്ടത്. ഇപ്പൊ ഒരു ലീഡർ വേണം, ഒരു തൊട്ട താഴെ കുറച്ച് ഹാഷായിട്ട് കുറച്ച് ഇതായിട്ട് പറയുമ്പോൾ അത് കേൾക്കണം. അപ്പൊ തന്നെ പ്രതികരിക്കരുത്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു ദേഷ്യപ്പെടുന്ന അനങ്ങണ്ട, മിണ്ടണ്ട, കേൾക്കുക. ആണോ, അങ്ങനെയാണോ, ആണോ, വലിയ മോശം സങ്കടമായി കേട്ടോ, ശരിയാ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം. അതേ സ്ഥാനത്ത് സാറേ വരുമാനം വരില്ല സാറേ, ഇൻകം ഇല്ല സാറേ, അപ്പൊ ഞാൻ പറയാണ്, ഇൻകം ഇല്ലാതെ നീ എന്താ പണിയെടുക്കുന്നുണ്ടോ, അന്ന് പച്ചക്ക ചോദിക്കരുത്. വരുമാനം ഇല്ലേ, ഒരു കാര്യം ചെയ്യടാ, നീ ഒന്നും കൂടെ ലിസ്റ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യ്, നീ ഒരു ഹോം മീറ്റിംഗ് വിളിച്ച് ഞാനും കൂടെ വരാം. ഇനി നമ്മുടെ ടീമിനെയൊക്കെ നീ ഒന്ന് അറേഞ്ച് ചെയ്ത് എന്റെ വീട്ടിലൊരു മീറ്റിംഗ് വിളിക്കും, നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് ഒന്ന് അവരൊന്ന് കൂടി നിർത്തി അവരെവിടെയാണ് ലൂസ് ആയത്, എവിടെയാണ് ഒരു പ്രോബ്ലം ഒന്ന് കണ്ടെത്തിയിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. കൂടെ ഞാനല്ലേ, നീ പേടിക്കേണ്ടതാ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. മനസ്സിലായോ? അവിടെ നിങ്ങൾ റാങ്ക് അല്ല, അവിടെ ആ പ്രശ്നത്തിലേക്ക് നിങ്ങൾ അങ്ങ് ഇറങ്ങണം. എന്നിട്ട് ആ പ്രശ്നം പറഞ്ഞവനൊന്ന് കൂട്ടപ്പിടിക്കണം. അവന്റെ ഏറ്റവും അടുത്ത ഫാമിലിയിൽ അവന്റെ നന്മ ആഗ്രഹിക്കുന്ന, അവന്റെ സക്സസ് ആഗ്രഹിക്കുന്ന ആളായിട്ട് നിങ്ങളോട് മാറണം. അല്ലാതെ അവൻ ആ സമയത്ത് നീ മോശക്കാരനാണ്, ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെ ഫോൺ ചെയ്തു, നീ എടുത്തോ, നീ അനുഭവിക്കണടാ എന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മറ്റേ സാധനം എടുത്തങ്ങ് ഇറക്കി അവനെ കുത്താൻ പോകരുത്. അവൻ അങ്ങനെ കുത്തിയാൽ നിങ്ങളെ തിരിഞ്ഞവൻ കുത്തും, ഒരു തർക്കമില്ല. അവൻ എവിടുന്നൊക്കെ വെച്ച് പണിയാൻ നോക്കും, അവൻ പണിയും. അതിനേക്കാൾ നല്ലത് എത്ര ബുദ്ധിമുട്ടാച്ചാലും അത് നാളിങ്ങ് ചേർത്ത് പിടിച്ച് അവനൊന്ന് STC ഒക്കെ അങ്ങ് വിട്ടാ പിന്നെ ബോധം വന്നാൽ പിന്നെ അവൻ പോയിക്കോളൂ. ശരിയാണല്ലേ? പിന്നെ ഒരു പരാതിയില്ല. ഇപ്പൊ തന്നെ ഞാനും എന്റെ ലീഡർ ബെല്ലി സാറായിട്ട് 60 കിലോമീറ്റർ അപ്പുറം. ഞാൻ സാറിനൊന്നും പറയാതെ പറയുന്നുണ്ടോ? എന്റെ ധനീഷ് മാധവൻ എന്നേക്കാൾ ഒരു 70 കിലോമീറ്ററിന്റെ അപ്പുറത്താ. ഒരു പരാതിയില്ല. ദൈവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവഭാഗ്യം കൊണ്ട് എന്റെ ലീഡേഴ്സ് എന്റെ ദൂരെയായി. അതുകൊണ്ട് ഞാൻ ഫോളോ അപ്പ് പഠിച്ചു, സെയിൽസ് പഠിച്ചു, എല്ലാം പഠിച്ചു. എല്ലാം എന്റെ പിറകെ നടന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം ഞാൻ പഠിക്കും. എപ്പോ പഠിക്കാനാ? അപ്പൊ എന്റെ ഭാഗ്യം എന്റെ ലീഡർ അത്രയും ദൂരത്തായെന്ന് ഞാൻ പറയും. ക്ലിയർ? ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ, ഇതൊക്കെ പഠിക്കേണ്ട എന്റെ ആവശ്യമായ ബോധം എത്രയും പെട്ടെന്ന് എനിക്ക് വന്നു, ഞാൻ പഠിച്ചു. ഓവർ സപ്പോർട്ട് വന്നാൽ ഈ ബിസിനസ്സിൽ വിജയിക്കില്ല സുഹൃത്തുക്കളെ. സപ്പോർട്ട് വേണം. ഏതിനും സപ്പോർട്ട് മേടിച്ചാൽ നമ്മൾ ആ തണലിൽ ഒതുങ്ങി പോകുന്നുള്ള ബോധം, തിരിച്ചറിവ് ആർക്കുണ്ടാവണം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പം നമ്മുടെ സ്വന്തം ബിസിനസ് ആണ്, ഈ ബിസിനസിന്റെ കീ എന്റെ കയ്യിലാണെന്നുള്ള ബോധം, തിരിച്ചറിവ് ആർക്കുണ്ടാവണം? നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ഏത് കടയാണെങ്കിലും തുറക്കാൻ അയൽവാസി വന്ന് എഴുന്നേൽപ്പിക്കില്ല, നിങ്ങൾ തന്നെ പോയി തുറക്കണമെന്നുള്ള ബോധത്തോടുകൂടെ ഈ ബിസിനസ് വിജയിപ്പിക്കാനും ഇവിടെ വേണ്ട സ്ട്രാറ്റജി, പദ്ധതി, പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കേണ്ടതൊക്കെ നിങ്ങളെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ലീഡർ സപ്പോർട്ടോടുകൂടെ നിങ്ങൾ ചെയ്യണം. ആ ഒരു സെൽഫ് സ്റ്റാർട്ട്, പുഷ് സ്റ്റാർട്ട് കുറെ കാലം പുഷ് സ്റ്റാർട്ട് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ സെൽഫ് സ്റ്റാർട്ടിലേക്ക് മാറിയില്ലെങ്കിൽ ഇതൊക്കെ അക്കങ്ങളും ചിഹ്നങ്ങളും പേപ്പറിൽ മാത്രം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരില്ല.
ശരിയല്ലേ? നമ്മൾ ആലോചിച്ച് എന്റെയൊക്കെ നിങ്ങളൊക്കെ ആഗ്രഹം എന്തായിരിക്കണം? നിങ്ങൾ ഒറ്റ കാര്യം സീരിയസ്ലി ചിന്തിക്കുക. ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് എടുക്കുക. ഗൂഗിൾ പേ അക്കൗണ്ട് എടുത്തിട്ട് അതിന്റെ പാസ്വേഡ് അടിച്ചിട്ട് അതിന്റെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ബാലൻസ് ഞാൻ പറയട്ടെ, വരുന്ന 3-4 വർഷം കൊണ്ട് നിങ്ങളെ മൊബൈൽ നമ്പറിന്റെ ഡിജിറ്റിലേക്ക് മാറ്റാൻ പറ്റും മൈലേജിൽ കൂടെ. എത്ര മൊബൈൽ നമ്പർ ഡിജിറ്റ്? 10 എണ്ണം. ശരിയല്ലേ? ആ അക്കൗണ്ടിൽ 10 ഡിജിറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണുള്ള ബോധം, തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും ഈ ബിസിനസ്സിൽ കൂടെ തന്നെ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വിഷ് യു ആൾ സക്സസ്. താങ്ക് യു.